ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5 ശ്ലോക 9. ഏതേ ഭൂതഗണാഃ തദ ഇന്ദ്രിയഗണാഃ ദേവാഃ ച ജാതാഃ പൃഥക് നോഷേ കുകുഭുവനാണ്ഡ നിർമ്മിതിവിധൗ ദേവൈഃ അമീഭിഃ തദാ ത്വം നാനാവിധ സൂക്തിഭിഃ നുതഗുണതത്വാനി അമൂനി ആവിശൻ ചേഷ്ടാശക്തിം നുദീര്യ താനി ഘടയാൻ ഹൈരണ്യമണ്ഡം വ്യധാഃ. ഏതേ എങ്ങനെയൊക്കെ ഭൂതഗണാഹ പഞ്ചഭൂതങ്ങളാൽ തഥാ അതുപോലെ ഇന്ദ്രിയ സമൂഹങ്ങൾ ഗണാഹ കൂട്ടം ദേവാഹ ദേവന്മാരും ച ചേർന്ന് ജാതാഹ ഉത്പന്നമായ ജനിച്ച പൃഥക് പ്രത്യേകിച്ച് നോ ഇല്ലാതാകുന്നത് ഷേകുഹു ചെയ്യുവാൻ ഭുവനാണ്ട് ബ്രഹ്മാണ്ട് നിർമ്മിതി സൃഷ്ടിക്കുന്ന വിധൗ കാര്യത്തിൽ ദേവൈഹി ദേവന്മാരാൽ അമീഭിഹി ഇന്ദ്രിയ ആഭിഷ്ടങ്ങൾ തഥാ അതുകൊണ്ട് ത്വം ഭഗവാൻ നാനാവിധ പലതരത്തിലുള്ള സൂക്തിദിഹി സൂക്തങ്ങളെ കൊണ്ട് നുതഗുണ പുകഴ്ത്തപ്പെട്ട ഗുണഗണങ്ങളോടുകൂടി തത്വാനി തത്വങ്ങളിൽ അമോനി സൂക്ഷ്മരൂപി ആവിശൻ കടന്നുകൂടിയവൻ ചേഷ്ടാശക്തിം ക്രിയ ചെയ്യുവാനുള്ള ശക്തി ഉദീര്യ ഉണർത്തി താനി എല്ലാം ഘടയൻ കൂട്ടി ഇണക്കി ഹൈരണ്യം സ്വർണമയമായ അണ്ഡം മുട്ടയുടെ ആകൃതി വ്യദാഹ നിർമ്മിച്ചു. േ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥക് നോഷേ ഗോർഭുവനാണ്ഡ നിർമ്മിതിവിധൗ ദേവൈരഭീമിസ്ത്വദാ ത്വം നാനാവിധ സുക്തിഭിർനുദഗുണതത്വാന്യമുന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യധാഃ. അങ്ങനെ ഭഗവാൻ പഞ്ചഭൂതങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഇന്ദ്രിയ സമൂഹങ്ങളുടെ കൂട്ടത്തിൽ ദേവന്മാരും ചേർന്ന് ഉത്പന്നമായി കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ ഇല്ലാത്തതിനാൽ ഭഗവാൻ ഒരു ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ദേവന്മാരാൽ ഇന്ദ്രിയ അഭിഷ്ടങ്ങൾ കൊണ്ട് ഭഗവാൻ പലതരത്തിലുള്ള സൂക്തങ്ങളെ കൊണ്ടും പുകഴ്ത്തപ്പെട്ട ഗുണഗണാദികളെ കൊണ്ടും തത്വങ്ങളിൽ സൂക്ഷ്മരൂപി കടന്നു കൂടിയവരാൽ ക്രിയ ചെയ്യുവാനുള്ള ശക്തി ഉണർത്തിക്കൊണ്ടും അവരെയൊക്കെ കൂട്ടിയിണക്കി സ്വർണമയമായ ഒരു മുട്ടയുടെ ആകൃതിയെ ഭഗവാൻ നിർമ്മിച്ചു. ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.